സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നിങ്ങളുടെ അടുക്കൽ കർത്താവിൻ്റെ വചനവുമായി കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ഒരു അവസരം കൂടെ ഒരുക്കിത്തന്നു. അതിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും പരമോന്നതനുമായ സ്വർഗീയ പിതാവേ, ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലുള്ള സകലത്തെയും നിർമ്മിച്ച കർത്താവേ, ഈ നല്ലതായ സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കാണിക്കുന്ന വെളിച്ചം, ആ വെളിച്ചത്തിൽ കൂടെ നടക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വചനം, ആ വചനം ഞങ്ങൾ ധ്യാനിക്കുവാൻ പോവുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കണമേ. എൻ്റെ നാവിൽ കൂടെ സംസാരിക്കുന്ന അങ്ങയുടെ പരിശുദ്ധമായ വചനം കേൾക്കുന്നവർക്ക് അത് 100ഉം 50ഉമായി വിളഞ്ഞ് നല്ല ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്ത് സഹായിക്കണമേ. കേൾക്കുമ്പോൾ തന്നെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതൽ ഉണ്ടാകുവാനിടയാകണം. രോഗങ്ങൾ സൗഖ്യമാകണം. അവർ ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി തീരണം. അവർ ദൈവത്തിൻ്റെ മക്കളായി തീരണം. അന്യാരാധനയിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും സാത്താൻ്റെ പിടിയിൽ നിന്നും അവർ വിടിവയ്ക്കപ്പെട്ട് ഏക സത്യദൈവമായ അങ്ങയെ മാത്രം ആരാധിക്കുന്നവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് തന്നെ അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും ശക്തിയും ബഹുമാനവും സ്തോത്രവും എല്ലാം അങ്ങേക്കുള്ളതാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും എൻ്റെ പ്രിയ സഹോദരങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ആരെന്നില്ല. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഈ തിരുവചനമായി വരുമ്പോൾ ആരും എന്നെ ചിലപ്പോൾ നിങ്ങളെ മനസ്സിൽ കാണും, ഇവനൊരു ബന്ധിക്കോസായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും CSC ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതായിരിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരുപാട് സഭകൾ ഇന്ന് ഉണ്ട്. CSI ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, ബെന്തേക്കോസ് ഉണ്ട്, കത്തോലിക്ക ഉണ്ട്. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ തന്നെ വേറെയും പല പല പേരുകളിലുണ്ട്. എന്നാൽ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സഭയുടെ അടിസ്ഥാനത്തിലല്ല. കർത്താവിൻ്റെ വചനം, പരിശുദ്ധാത്മാവിൻ്റെ വചനം, ഞാൻ അത് അതിൽ ഉള്ളതുപോലെ മറ നീക്കി പറഞ്ഞു തരുവാനാണ്. ഇതിൽ ആരെയും വേദനിപ്പിക്കാനുമല്ല. ആർക്കെങ്കിലും ഇതിൽ വേദന ഉണ്ടാകുന്നുവെങ്കിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്തെന്ന് പ്രാർത്ഥിക്കണം? എൻ്റെ പേര് ഫ്രാൻസിസ് ആണ്. ആ ഫ്രാൻസിസ് ഇങ്ങനെയൊക്കെ പറയുന്നു, പിതാവേ, അവൻ പറയുന്നത് ശരിയാണോ, ഇല്ലെങ്കിൽ അവൻ്റെ വായടയ്ക്കണമേ, എന്ത് വേണമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചോളുക. പറഞ്ഞു മനസ്സിലായോ? എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ തിരുവചനത്തിലുള്ളത് മറ നീക്കി പറയും. എനിക്ക് ഒളിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ദൈവം പറയാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാൻ തന്നെ ചെയ്യും. അത് ആരോടായാലും ശരി, ഞാനത് ഒളിച്ചു വയ്ക്കത്തില്ല. കാരണം ഒളിച്ചു വെച്ച് സംസാരിക്കുന്നവരെ ഈ ഭൂമിയിൽ കർത്താവ് അവർക്ക് പ്രത്യേക ഒരു പേര്, നാമമിട്ട് വെച്ചിട്ടുണ്ട്. കള്ളപ്രവാചകന്മാർ, കള്ളന്മാരെന്നാണ് അവരെ പറഞ്ഞിരിക്കുന്നത്. അവരെ നേരത്തെ കൊണ്ടങ്ങ് പാതാളത്തിൽ തള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ അതിൽ ഉള്ളതുപോലെ പറയണം. ഉള്ളതുപോലെ അത് തന്നെയാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് ജനങ്ങളോട് സംസാരിക്കുന്നത് എങ്കിലേ അവിടെ ഒരു വിടുതലുണ്ടാകൂ. അല്ലാതെ എപ്പോഴും നിനക്ക് സമാധാനം, നിനക്കൊന്നും സംഭവിക്കില്ല, നീ പോകുന്ന വഴിക്ക് പോ, ഒരു കുഴപ്പമില്ല, എപ്പോൾ വന്നാലും നിനക്ക് സമാധാനം, ജനത്തിന് മാനസാന്തരമില്ലെങ്കിൽ എവിടെ കൂടെ സമാധാനം വരും? ഇതൊന്നും ആരും ഇന്നത്തെ കാലത്ത് പ്രസംഗിക്കുന്നത് കാണുവാൻ സാധിക്കില്ല. നിങ്ങൾ ഈ യൂട്യൂബിൽ എടുത്ത് നോക്കുക. അവിടെ എല്ലാം എപ്പോൾ ഏകദേശം ഉള്ളവരൊക്കെ പ്രസംഗിക്കുന്നത് എന്താണ്? എന്നും വിടുതൽ, എന്നും സമാധാനം, എന്നും വിടുതൽ. ആ ജനം സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഇവർക്കറിയാമോ? ആ ജനത്തെ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നതെന്നറിയാമോ? വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ
അടുക്കൽ പോകുവാൻ പറ്റത്തില്ല വിശുദ്ധി കൂടാതെ. ദൈവത്തെ നമ്മൾ അനുഭവിക്കണമെങ്കിൽ, ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മളിൽ വിശുദ്ധി വേണം. അപ്പോൾ ദൈവത്തെ ഒരു മനുഷ്യൻ അനുഭവിക്കണം, വിശുദ്ധി വേണമെങ്കിൽ വിശുദ്ധി കൂടാതെ പോകാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ജനത്തെ ആ കാര്യത്തിൽ ഉപദേശിച്ച് കൊടുക്കാതെ അവരിൽ നിന്ന് എന്തെങ്കിലും നേട്ടം കിട്ടുമോ അത് മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് വലിയ വലിയ അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വെറും അനുഗ്രഹം കേട്ടോണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കത്തില്ല. പ്രിയമുള്ളവരെ, ദൈവം അനുഗ്രഹിക്കാൻ എപ്പോഴും സന്നദ്ധനായിരിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് എന്താ അത് നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുക. നമുക്ക് എന്താവശ്യമുണ്ടോ എല്ലാം ദൈവം മുൻകൂട്ടി കരുതിയിട്ടുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് കൊരിന്ത്യലേഖനം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നമുക്ക് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവം ഒരുക്കിയിരിക്കുന്നത് അത് തക്ക സമയത്ത് അത് വെളിപ്പെടും. നമ്മൾ അതിനുവേണ്ടി കിടന്നുകൊണ്ട് വെപ്രാളപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇന്ന് പലരുടെയും ചിന്താഗതി എന്തെന്നറിയാമോ? എന്നുവെച്ചാൽ ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അവൻ്റെ ചിന്തയിൽ മരിച്ചവരെ ആരാധിക്കാമോ, ദൂതന്മാരെ ആരാധിക്കാമോ, മറിയെ ആരാധിക്കാമോ, ഈ ലോകത്തിൽ ജീവിച്ചു പോയ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, അവരെ സഹായത്തിന് വിളിക്കാമോ? ഇത് തന്നെയാണ് ഇന്ന് ഞാൻ കഴിഞ്ഞ ഭാഗത്തിൽ ഇതൊക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നു. മരിച്ചവരോടും മൗനത്തിലായവരോടും ഒരിക്കലും പ്രാർത്ഥിക്കരുതെന്ന്, അവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് വ്യക്തമായി പറഞ്ഞു തന്നു. എന്നാലും മനുഷ്യന് ചിന്ത ദൂതനോട് പ്രാർത്ഥിക്കാമോ എന്ന്. ഈ ലോകത്തിൽ ദൂതനോട് ഇനി പ്രാർത്ഥിക്കാമോ എന്ന്. ദൂതനോട് പ്രാർത്ഥിച്ചാൽ ദൂതൻ നമ്മളെ ഒന്ന് സഹായിക്കുന്നതാണോ? ദൂതൻ പ്രാർത്ഥന കൊണ്ട് അങ്ങ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒന്നും ചിന്തിക്കരുത് പ്രിയമുള്ളവരെ. അങ്ങനെയും മനുഷ്യന്മാർ പോകുമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നേരത്തെ അത് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് കാണുവാൻ സാധിക്കും കൊലോസ്യ ലേഖനത്തിൽ. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം, അവിടേക്ക് ഞാൻ ഈ ഒരു വാക്യം നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം, ബൈബിൾ ഉള്ളവർ, കയ്യിലിരിക്കുന്നവർ എടുത്ത് വായിച്ചു നോക്കുക. അവിടെ ഇപ്രകാരം പറയുന്നു: അവസാന കാലത്ത് ഈ സംഭവിക്കും. പരിശുദ്ധാത്മാവ് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. 17 നോക്കുക. 17, 18, 18 ഞാൻ ഇത് വായിക്കുകയാണ്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ മനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സത്തികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. തലയിൽ നിന്നാണ്. അതായത് തല എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ അതേ മുറുകെ പിടിക്കാതെ ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച്, ഞാനന്ന് പറഞ്ഞു, ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവഭക്തിയിൽ ജീവിച്ച് അവർ വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കുന്ന ഒരു വ്യക്തിയെ ദേവന്മാർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തമായി. യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ ഞാൻ കഴിഞ്ഞ ഭാഗങ്ങളിൽ അത് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഈ ദൂതന്മാർ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ, അതായത് കർത്താവും ഒരു തിരുവചനത്തിൽ പറയുന്നുണ്ട്, മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ അവർ വിവാഹത്തിന് കൊടുക്കുകയില്ല, അവർ വിവാഹത്തിന് എടുക്കുകയില്ല, അവർ സ്വർഗീയ ദൈവത്തിൻ്റെ ദൂതന്മാരെ പോലെ ആകും. ആര്? ഈ വിശുദ്ധന്മാർ. അപ്പോൾ ഈ ദൂതന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു പോയ വിശുദ്ധന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ്. നമ്മളത് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് നേരത്തെ തന്നെ അത് വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തമായി ഈ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാ വചനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ്, പരിശുദ്ധാത്മാവ് പറയുന്നതാണ്. അപ്പോൾ ഇത് ഈ അവസാന കാലങ്ങളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടായി, ഈ ഭൂമിയിൽ ഉണ്ടായി. ഈ ഭൂമിയിൽ കർത്താവ് സ്ഥാപിച്ച സഭ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ വ്യക്തമായി അത് പറയുകയാണ്. അതിൻ്റെ മെയിൻ അപ്പോസ്തലനായിരുന്ന, അതായത് 1-ാമത്തെ പോപ്പെന്ന് പറയുന്ന പത്രോസ് ആയിരുന്നു അതിൽ മെയിൻ ലീഡറായിരുന്നത്.
ആ പത്രോസ് ലീഹായും ആ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ 3000 പേർ അന്ന് രക്ഷിക്കപ്പെട്ടു. അന്ന് പരിശുദ്ധാത്മാവിനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയുണ്ടായി. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മറിയ ഉണ്ടായിരുന്നു, സഹോദരങ്ങൾ, മറിയയുടെ മക്കൾ, മറ്റുള്ള മക്കളുണ്ടായിരുന്നു. ഇവരെല്ലാം ഇരുന്നു. അവിടെയാണ് സഭ രൂപപ്പെട്ടത്. സഭയിൽ വേറെ ഒന്നും ഇല്ലായിരുന്നു. ഏക മനസ്സോടുകൂടെ അവർ ആരാധിച്ചിരുന്നു. ദൈവം ആത്മാവ് ആകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ് തിരുവചനത്തിൽ. യോഹന്നാൻ സുവിശേഷത്തിൽ ദൈവം ആത്മാവ് ആകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പോൾ ആത്മാവായ ദൈവത്തിന് ഒരു രൂപം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ദൈവം ആത്മാവാണ്. അപ്പോൾ ആത്മാവായ ദൈവത്തിന് ഒരു രൂപം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല. ദൈവം കൽപ്പനയിൽ പറഞ്ഞിട്ടില്ലയോ? പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടുള്ള കൽപ്പനയാണ്, സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ യാതൊരു സ്വരൂപത്തെയും നീ ഉണ്ടാക്കിയോ അതിനെ നമസ്കരിക്കുകയോ അതിനെ സേവിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. സ്വർഗത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ സിംഹാസനം, സ്വർഗമാണെന്ന് വെച്ചാൽ ദൈവം ഇരിക്കുന്ന സ്ഥലം, ദൈവത്തിൻ്റെ രൂപം പോലും നീ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ സ്ഥാനത്ത് മനുഷ്യൻ ഇന്ന് ദൈവത്തെ കാണുവാൻ, ദൈവത്തെ അന്വേഷിക്കുവാൻ ഇത് കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചെങ്കിൽ ഇതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത് മനുഷ്യനിൽ കൂടെ പിശാചാണ്. ഓരോ വ്യക്തിയിൽ കൂടെ പ്രവർത്തിക്കുന്ന സാത്താൻ്റെ ആത്മാവാണ് ഇതിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇതിൽ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് നമ്മൾ ഒരു കാര്യം ലഭിക്കാതെ പോകുമ്പോൾ ഉടനെ ദൈവത്തെ കുറ്റം പറയാൻ പോകും. ഞാൻ അവിടെ പോയി അത് ചെയ്തു, ഇവിടെ പോയി അത് ചെയ്തു, അവിടെ പോയി തേങ്ങ ഉടച്ചു, അവിടെ പോയി മുട്ടയടിച്ചു, അവിടെ ഇതൊക്കെ ചെയ്തു, എന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. മറ്റുള്ളവർ എന്തുമാത്രം ദ്രോഹം ചെയ്തുകൊണ്ട് നടക്കുന്നു, അവർക്ക് ഇന്നത് കിട്ടുന്നു, അത് കിട്ടുന്നു, ഇത് കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ കുറ്റം പറയാൻ തുടങ്ങും. എന്തുകൊണ്ട് ദൈവം ഇതൊക്കെ ഭൂമിയിൽ വച്ചിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കണം നാം ഓരോരുത്തരും. ഇതൊക്കെ തിരുവചനത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഭൂമിയിൽ ദൈവം വച്ചിരിക്കുന്നു? ഇത് നാം അറിയേണ്ട ആവശ്യമാണ്. നാം ഇവിടെ കണ്ടല്ലോ, അവസാന കാലത്തിൽ ഇങ്ങനെ മനുഷ്യൻ ഉണ്ടാവും, ദൂതന്മാരെ ആരാധിക്കുന്നത്. നിങ്ങളുടെ ചിന്തയിൽ ഒരിക്കലും ആ ഒരു ചിന്ത വരരുത്, ദൈവത്തിൻ്റെ ദൂതന്മാരെ ആരാധിക്കാമോ? എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നേ? എന്തിനു ചിന്തിക്കുന്നേ? ദൂതന്മാരെ ആരാധിക്കാൻ ഒരേ ഒരു ദൈവത്തെ നമുക്ക് ദൈവം, പ്രത്യേകിച്ചും ആ നാമം, ആ യേശു ക്രിസ്തു എന്ന നാമം പറയുമ്പോൾ തന്നെ ഭൂതങ്ങൾ പോകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. വേറെ ആരുടെയെങ്കിലും നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു അപ്പോസ്തലൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ പേരിൽ ഭൂതത്തെ പോകുമെന്ന് പറഞ്ഞാൽ പോകുമോ? ഒരിക്കലും ഒരു ഭൂതവും അനുസരിക്കില്ല, ഒരു ദുഷ്ടാത്മാവും അനുസരിക്കില്ല, ഒരു സാത്താനും പോവില്ല. ഏതെങ്കിലും പ്രവാചകന്മാരുടെ പേരെടുത്തൊന്ന് പറഞ്ഞു നോക്ക്. എന്നാൽ വിശ്വാസത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമം എടുത്ത് പറഞ്ഞു നോക്ക്, അനുസരിക്കും എല്ലാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുസരിക്കാത്തത് ഒന്നുമില്ല. അപ്പോസ്തലന്മാർ രോഗികളെ സൗഖ്യമാക്കി. എങ്ങനെ സൗഖ്യമാക്കി? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. മറിയയുടെ നാമത്തിൽ രോഗം സുഖമാകട്ടെ എന്ന് പറഞ്ഞ് ആരെങ്കിലും സൗഖ്യമാക്കിയതായിട്ട് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൂതൻ്റെ പേരിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ആബ്രഹാമിൻ്റെ പേരിൽ പറഞ്ഞിട്ടുണ്ടോ? മോശയുടെ പേരിൽ പറഞ്ഞിട്ടുണ്ടോ? എത്ര പേര് ലോകത്തിൽ പരിശുദ്ധമായി ജീവിച്ച ആൾക്കാർ, അവരുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുന്നുള്ളൂ. യേശു ക്രിസ്തു എന്ന നാമം നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് മറിയയോട് പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ, ഇവൻ സകല മനുഷ്യരെയും തങ്ങളെ പാവങ്ങളിൽ നിന്ന് വിടുവിക്കും, അതുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശു. അപ്പോൾ യേശു എന്ന പേര് സ്വർഗമിട്ട പേരാണ്, മനുഷ്യനിട്ട പേരല്ല. സ്വർഗമേ ഇട്ട പേരാണ് യേശു, ഈ ലോകത്തിലുള്ള മനുഷ്യനിട്ടല്ല. അപ്പോൾ ആ യേശു എന്ന നാമം നമുക്ക് തന്നിരിക്കുക. അന്ന് മോശയ്ക്ക് കൊടുത്ത നാമം യഹോവ എന്ന നാമത്തിലാണ് അന്ന് ദൈവം വെളിപ്പെട്ടത്. ഇന്ന് നമുക്ക് യേശു ക്രിസ്തു എന്ന നാമം തന്നിരിക്കുക. ആ യേശു ക്രിസ്തു എന്ന ഏക നാമത്തെ നമ്മൾ വിശ്വസിച്ച് ആ ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കാതെ നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ ദൂതന്മാർ ആരാധിക്കാൻ ദൂതന്മാർ ഒരുപാട് പേരുണ്ട്. സംഹരിക്കുന്ന ദൂതന്മാർ, സഹായിക്കുന്ന ദൂതന്മാർ. ദൈവം പറയും പോ ആ ദേശത്തെ നശിപ്പിച്ച് കളയെന്ന് പറഞ്ഞാൽ ആ ദൂതൻ ഇറങ്ങി നശിപ്പിച്ചിരിക്കും. സോദോം ഗൊമോറ നശിപ്പിച്ചതെങ്ങനെ? ദൈവം കൽപ്പന കൊടുത്തു, പോ നശിപ്പിക്കുക. ആ ദേശത്തിൻ്റെ പാവം വലുതായിപ്പോയി, ദുഷ്ടത വലുതായിപ്പോയി. അവിടെ ഒരു നീതിമാനുണ്ട്, അവനെ രക്ഷിക്കണം. അതാണ് ലോത്തിനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വിട്ടിട്ട് സോദോം ഗൊമോറയെ നശിപ്പിച്ച് കളഞ്ഞു ദൈവം. അതുപോലെ തന്നെ മറിയയുടെ അടുത്ത് വന്ന ദൂതൻ ഗബ്രിയേൽ വന്നു സന്ദേശം കൊടുക്കാൻ.
ദൈവം പറഞ്ഞു, പോ സന്ദേശം, ഞാനിതാ ഇങ്ങനെ വരാൻ പോകുന്നു, നീ പോയി പറ. ദൂതൻ വന്നു പറഞ്ഞു. ആ ദൂതൻ്റെ ജോലി അത്രയായിരുന്നു, പറയാൻ, ആ സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് ആ ദൂതൻ്റെ ജോലി. അതുപോലെ തന്നെ മിഖായേൽ എന്ന ദൂതൻ, അതൊക്കെ യുദ്ധം ചെയ്യുന്ന ദൂതനാണ്. ആ ദൂതൻ എന്ന് പറയുന്നത് നമ്മൾ നിസാരമായി കണക്കാക്കണ്ട, ഭയങ്കരമാണ്, ഭയങ്കര ദൂതനാണ് ദൈവത്തിൻ്റെ ദൂതൻ. അതൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് പ്രത്യേകം പറയുകയാണ്, ആ ദൂതനെക്കുറിച്ച്. അതൊക്കെ സാത്താനോട് ഇത്രയും വലിയ ലോകത്തെ ജനത്തെ വഞ്ചിച്ച, ലോകത്തെ തനിക്കെന്ന് പറഞ്ഞ് അപഹരിക്കാൻ ശ്രമിച്ച ആ സാത്താനോട് പടവെട്ടുന്നത് മിഖായേലാണ്. മിഖായേലെ തോൽപ്പിക്കാൻ പറ്റില്ല ഈ ലോകത്തിൽ ഒരു ദൂതന്മാർക്കും. ഈ ലോകത്തിലുള്ള ഒരു ദൂതന്മാർക്കും, ഈ ലോകത്തിൽ വന്ന സാത്താൻ എന്ന് പറയുന്ന അവനും മിഖായേലെ തോൽപ്പിക്കാൻ പറ്റില്ല. മിഖായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രധാന ദൂതനാണ്, പ്രധാനപ്പെട്ട ഒരു ദൂതനാണ് ദൈവം വച്ചിരിക്കുന്നത്. അഗ്നി, അതാണ് എബ്രായ ലേഖനത്തിൽ ദൂതന്മാരെ കുറിച്ച് പറയണത്. കാറ്റുകളെ തൻ്റെ ദൂതന്മാരാക്കിയിരിക്കുന്നു, അഗ്നി തൻ്റെ സേവകരാക്കിയിരിക്കുന്നു. അഗ്നി അതായത് ദൂതന്മാർ, ഒന്ന് അഗ്നി, അതുപോലെ ഒന്ന് കാറ്റ് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇവിടെ കൊടുങ്കാറ്റടിക്കുമ്പോൾ ആർക്കെങ്കിലും തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഒരാൾ വന്ന് നിർത്തട്ടെ. കൊടുങ്കാറ്റടിക്കുമ്പോൾ നില്ല് കൊടുങ്കാറ്റ് എന്ന് പറയട്ടെ, ആരെങ്കിലും നിൽക്കുമോ? ദൈവത്തിൻ്റെ കൽപ്പനയാൽ ഇറങ്ങി വരും കൊടുങ്കാറ്റും കൊണ്ട്, ആരെ കൊണ്ടും തടയാൻ പറ്റില്ല. അതുപോലെ തീ കൊണ്ട് വരും, ആരെ കൊണ്ടും തടയാൻ പറ്റില്ല. തീ എരിഞ്ഞെങ്കിൽ ആ എരിച്ചിട്ടേ പോകൂ. സോദോം ഗൊമോറ അങ്ങനെയാണ് നശിപ്പിച്ചത്, എരിച്ചിട്ട് പോയി. എല്ലാം അവിടെ കിടന്ന ജനത്തെയും ദുഷ്ടന്മാരെയും, ലോത്തിൻ്റെ മരുമക്കൾ വരെ അവിടെ ഉണ്ടായിരുന്നു. ലോത്തിനെ പരിഹസിച്ചു എന്നാണ് പറയുന്നത്. അവരെ പരിഹസിച്ചു ലോത്തിനെ. ലോത്ത് പറഞ്ഞു, ഇതാ നശിപ്പിക്കാൻ പോകുന്നു, നമുക്ക് പോകാം, ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ ലോത്തിനെ അവർ പരിഹസിച്ചു. അത് വ്യക്തമായി ഇതിൽ എഴുതിയിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 19:14 എടുത്ത് വായിച്ചു നോക്കുക. മരുമക്കൾ അവനെ പരിഹസിച്ചു. മക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടി എൻഗേജ്മെൻറ്റ് ചെയ്ത് വെച്ചിരുന്ന അതാണ്, വിവാഹം കഴിക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ അവന്മാരാണ് പരിഹസിച്ചു. അവനും അവിടെ കടന്ന് ചത്തുപോയി, ആ തീയിൽ പരിഹസിച്ചു. ഇതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? സംഭവിക്കാത്ത കാര്യം ആര് വിശ്വസിക്കും? പക്ഷേ നീതിമാൻ വിശ്വസിച്ചു. ലോത്തിനറിയാം സംഭവിക്കും, അവനെ വിരട്ടി വിട്ടു. എന്നാൽ കർത്താവ് പറഞ്ഞ സ്ഥലത്തിലേക്ക് അവൻ പോയില്ല. അതാണ് അവന് പറ്റിയ തെറ്റ്. കർത്താവ് പറഞ്ഞു, ദൂതൻ പറഞ്ഞു, നീ അങ്ങോട്ട് പോ. ഇല്ല, അവൻ പറഞ്ഞു അങ്ങോട്ട് പോയാൽ എനിക്ക് ബുദ്ധിമുട്ട്. അവൻ പോയത് ദുഷ്ടന്മാരുള്ള സ്ഥലത്തിൽ, അവിടെ ആ മനുഷ്യവാസമില്ലാത്ത സ്ഥലത്തിൽ പോയി. അവിടെയാണ് അവൻ പാവം ചെയ്ത് പാവത്തിനടിമയായിപ്പോയി. ഒരുപാട് മോവാബ് ഇങ്ങനെയുള്ള വംശങ്ങളൊക്കെ ഇന്ന് ജനിച്ചതെന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇങ്ങനെയൊക്കെ ഉണ്ട്, സംഹരിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം ദൈവം നിയമിച്ചു വച്ചിരിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വേണ്ടി ദൈവം ദൂതന്മാരെ നിയമിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടിയുള്ള ദൂതന്മാരെന്ന് പറയുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന്. തൻ്റെ ദൂതന്മാരോട് ദൈവം കൽപ്പിക്കും, അല്ല നമ്മൾ കൽപ്പിക്കും. ദൂതൻ അനുസരിക്കുന്നല്ല. ദൂതനോടിരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എനിക്ക് വേണ്ടി അപേക്ഷിക്കണം. ഒരു ദൂതനും നമുക്ക് വേണ്ടി അപേക്ഷിക്കാൻ വരില്ല. ആദ്യം നമ്മൾ ഇരിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഇരിക്കണം. നമ്മൾ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ദൈവത്തോട് ചോദിക്കുക. അപ്പോൾ ദൈവം പറയും, ദൂതൻ അനുസരിക്കും. അങ്ങനെയാണ് ഈ സുവിശേഷം. അതുകൊണ്ട് ദൂതനോട് നീ എപ്പോഴും എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ ലോകത്തിൽ ജീവിച്ചവനോട് ഗബ്രിയേലേ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മിഖായേലേ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പൗലോസേ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ലോകത്തിൽ കിടക്കുന്ന എല്ലാവരോടും എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ നീ ആരാണ്? നിനക്കും ദൈവമായിട്ട് എന്തൊരു ബന്ധം? എന്ത് ബന്ധമാണുള്ളത്? അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നിനക്ക് ദൈവം തന്നിരിക്കുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ കൂടെ. അപ്പോൾ നീ ആ വിശ്വാസം നിനക്കില്ല, ദൈവമായിട്ടുള്ള ഒരു വിശ്വാസമില്ല. അതുകൊണ്ടല്ലേ നീ അവിടെ ഇവിടെയൊക്കെ പോണത്, ഇങ്ങനെയുള്ളവരെയൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അത് വിളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നീ ദൈവത്തിൽ നിന്ന് അകന്നു. വരുന്നവരൊക്കെ ആര്? അവരുടെ പേരെടുത്തുകൊണ്ട് ഭൂതങ്ങൾ, ദുഷ്ടാത്മാക്കളാണ് വരുന്നത്. തള്ളപ്പെട്ട ദൂതൻ്റെ സേനകളാണ് ഇതിൻ്റെ പുറകെ വരണത്. ഗബ്രിയേലെ വിളിച്ചാൽ ഗബ്രിയേലൂടെ ഒന്നും നിന്നെ സഹായിക്കാൻ വരില്ല. മിഖായേലെ വിളിച്ചാൽ മിഖായേലും ഒന്നും സഹായിക്കാൻ വരില്ല.
അവർ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാനിരിക്കുന്നവരാണ്. ദൈവം പറയും, അവരനുസരിക്കും. നശിപ്പിക്കാൻ പറയും, പോയി നശിപ്പിക്കും. സഹായിക്കാൻ പറയും, പോയി സഹായിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ, അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന്. അത് വെറുതെ പറഞ്ഞിരിക്കുന്നതല്ല, അങ്ങനെയാണ് പ്രിയമുള്ളവരെ, അങ്ങനെയാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അത്രമാത്രം കരുതൽ കൊടുത്തിരിക്കുന്നുവെന്ന് തിരുവചനത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, എന്താ? ദൂതന്മാരെ ആരാധിക്കുന്ന രസിച്ച് നിങ്ങളെ വശീകരിക്കുന്ന കൂട്ടങ്ങൾ ഉണ്ടാകുമെന്ന്. സഭ ഉണ്ടായത് ആ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുമല്ലോ. അപ്പോൾ ആ സഭയെ ഇന്ന് സാത്താൻ എങ്ങനെ വഞ്ചിച്ചു വച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? ആ സഭയിൽ അന്ന് വിഗ്രഹം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അന്യ ആരാധന ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ചു പോന്നു. അതാണ് ദൈവത്തിൻ്റെ സഭ, കർത്താവിൻ്റെ സഭ എന്ന് പറയുന്നത് അതാണ്. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരിക്കൽ ഇവിടെ ഒരു പുരോഹിതൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. പ്രിയമുള്ളവരെ, എല്ലാവരും അറിഞ്ഞുകൊള്ളേണ്ട ഒരു കാര്യമാണ്, ഇന്ന് ലോകത്തിൽ കത്തോലിക്ക സഭ മക്കളെന്ന് പറയുന്നത് ഇത്ര കോടി ജനങ്ങൾ കത്തോലിക്കയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്ത് ചെയ്യാൻ, ഇത്രയും കോടി ജനം ഇന്ന് യഥാർത്ഥ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ കിടക്കുന്നല്ലോ എന്ന് ഞാൻ മനസ്സിലങ്ങ് ചിന്തിച്ചു പോയി. കാരണം എന്തെന്നറിയാമോ? യേശു ക്രിസ്തു എന്ന ആ നമ്മുടെ രക്ഷകന് പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം കൊടുക്കാതെ ആ യേശു ക്രിസ്തുവിനോടുകൂടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഇന്ന് ലോകത്തിൽ ജീവിച്ചു പോയ അപ്പോസ്തലന്മാരോടും ദൂതന്മാരോടും മറിയയോടും ഒക്കെ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ യഥാർത്ഥ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു കിടക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായ ആ സമയം എന്നെ ഓർമ്മപ്പെടുത്തിയുണ്ടായി. എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു, കർത്താവെ, ഈ ജനം എന്ന് ഏകദൈവമായ അങ്ങേ ആരാധിക്കും, എന്ന് ഇവർ ഇതൊക്കെ വിട്ടുപേക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് അപ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി, ചിലരൊക്കെ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കും, ചിലരൊക്കെ. എന്നാൽ ഞാൻ അതാണ്, കത്തോലിക്കനാണ്, എന്ത് വന്നാലും ചത്താലും മാറൂല എന്ന് പിടിച്ചുകൊണ്ട് കിടക്കും. അങ്ങനെയുള്ളവർ അവസാനം വരെ കിടക്കും. അവരെല്ലാം പാതാളത്തിൻ്റെ ഇരയാണ്. അവരെല്ലാം പാതാളത്തിൻ്റെ ഇരയാണെന്നാണ് ദൈവം വെളിപ്പെടുത്തിയത്. സുവിശേഷം കേട്ടും മാനസാന്തരപ്പെടുന്ന ഏതൊരു വ്യക്തിയും, അത് പുരോഹിതനാകട്ടെ, കന്യാസ്ത്രീ ആകട്ടെ, ആ വിശ്വാസത്തിൽപ്പെട്ട ഏതൊരു വ്യക്തിയാകട്ടെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം പ്രത്യേകിച്ചും വെളിപ്പെടുത്തിയ കാര്യമാണ്. അതാണ് ഞാൻ ഇന്ന് ധൈര്യത്തോടെ നിങ്ങളോട് പറയുന്നത്. ചിലർ അതിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവർ അതിൽ നിന്ന് രക്ഷ പ്രാപിച്ച് അവർ ഏകദൈവമായ കർത്താവിനെ ആരാധിച്ച് അവർ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കും. എന്നാൽ ഒരു കൂട്ടം ജനം ഞാൻ ഇതിൽ നിന്ന് എന്തു വന്നാലും പിന്മാറൂല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഗ്രഹങ്ങളെ ആരാധിച്ചും ആ മരിച്ചുപോയവരോട് പ്രാർത്ഥിച്ചും ആ ദുഷ്ടാത്മാക്കളെയും ഭൂതങ്ങളെയും സേവിച്ച് ഈ ഭൂമിയിൽ കിടന്ന് അവസാനം ന്യായവിധി സമയത്ത് പാതാളത്തിലേക്ക് പോകുവാൻ അവർ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് വശീകരിച്ച് ഇരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയത് പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടുകൂടെ നിങ്ങളോട് പറയുന്നത്, എനിക്ക് ഒരു സഭയെക്കുറിച്ചും പറയണ്ട, ഒരു ഇതിനെക്കുറിച്ചും പറയണ്ട. കർത്താവിൻ്റെ തിരുവചനത്തിൽ സത്യം എന്ത്, അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലേക്കും പോകുന്നില്ല. ഈ ലോകത്തിൽ ഏതൊരു വ്യക്തിയായാലും ശരി, അവൻ ഹിന്ദു ആയാലും ശരി, മുസ്ലിം ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, ആരായാലും ശരി, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അവൻ സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ തീർച്ചയായും സ്വർഗരാജ്യത്തിൽ പോകുവാൻ പാത്രമായി തീരും. അവൻ വിശുദ്ധിയോടും ഭക്തിയോടും ഈ ഭൂമിയിൽ മാനസാന്തരപ്പെട്ട് ജീവിക്കുമെങ്കിൽ അവൻ ജീവപുസ്തകത്തിൽ പേരുള്ളവനായി തീരും. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് ഈ ഭൂമിയിൽ കർത്താവ് സ്ഥാപിച്ച സഭ ഒന്ന് അപ്പോസ്തല പ്രവൃത്തിയിലെടുത്ത് നോക്കുക. അവിടെ എന്തുണ്ടായിരുന്നു? ആ സഭയിൽ അവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്.
മറിയ പോലും ആത്മാവിലും സത്യത്തിലുമാണ് അന്ന് ആരാധിച്ചത്. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് ആ മറിയ ഇന്ന് സ്വർഗത്തിലെ റാണി എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ ഇവർക്ക് നാണമില്ലല്ലോ. എങ്ങനെയാണ് ഇവർ ദൈവമക്കളെ വഞ്ചിക്കുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് ഇവരിലേക്ക് വരാതിരിക്കുവാൻ സാത്താൻ എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ചിന്തിക്കാൻ ആർക്കും കഴിവില്ല. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ എന്തെന്ന് പോലും അവർക്കറിയില്ല. പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് പോലും അവർക്കറിയില്ല. ആ ജനമെല്ലാം ഇന്ന് പിശാചിൻ്റെ അടിമയായി കിടക്കുകയാണ്. അവർ ചിന്തിക്കുന്നില്ല നമ്മൾ ചെയ്യുന്നത് തെറ്റെന്ന്. നമ്മൾ ചെയ്യുന്നത് തെറ്റെന്ന് അവർ അറിയുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് സമൂഹത്തിൽ ഞാൻ പറയുകയാണ്, ഞാനും ആ വിശ്വാസത്തിൽ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടുകൂടെ പറയാം, അവിടെ തെറ്റ് സംഭവിക്കുന്നത് ഇന്നതാണെന്ന്. ഇന്ന് ഭൂമിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എവിടെയെല്ലാം ഈ ആരാധന എന്ന് വെച്ചാൽ ഭൂതങ്ങളെ ആരാധിക്കുന്ന ഈ വിശ്വാസ രീതി എന്ന് പറയുന്നത്, ഈ വിഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി വച്ച് ആരാധിക്കുന്ന സർവ്വതും വിഗ്രഹമാണ്. അതിൻ്റെ മുമ്പിൽ മനുഷ്യൻ മുട്ടുകുത്താൻ പാടില്ല. ദൈവം ആത്മാവാണ്. ഇന്ന് മനുഷ്യൻ പുണ്യസ്ഥലം തേടിപ്പോവുകയാണ്. ഇന്ന് എത്ര പുണ്യസ്ഥലം ക്രിസ്ത്യാനികൾക്കുണ്ടെന്നറിയാമോ? ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അന്ത്യോക്യയിൽ വസ്തു ക്രിസ്ത്യാനികൾ എന്ന് പേർപ്പെട്ട ആ ക്രിസ്ത്യാനികൾക്ക് ഇന്ന് എത്ര പുണ്യസ്ഥലം എന്ന് വെച്ചിരിക്കുന്നു. പുണ്യസ്ഥലം, ഈ ഭൂമിയിൽ പുണ്യസ്ഥലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ വെന്ത് നശിക്കുന്നതാണ്. ഈ ഭൂമിയിൽ ഒന്നും ഇരിക്കില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ലോത്തിൻ്റെ കാലം പോലെ. ഇതാ ലൂക്കോസ് സുവിശേഷത്തിൽ വ്യക്തമായി അത് പറയുകയാണ്. ലൂക്കോസ് സുവിശേഷത്തിൽ വ്യക്തമായി ഇത് പറയുന്നു. ലോത്തിൻ്റെ കാലത്ത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി പറയുകയാണ് യേശുക്രിസ്തു. അതുപോലെ സംഭവിക്കുമെന്ന്, നോഹയുടെ കാലം പോലെ സംഭവിക്കും എന്നൊക്കെ കർത്താവ് വ്യക്തമായി പറയുകയാണ്. എടുത്ത് വായിച്ചു നോക്കുക വചനം. ലൂക്കോസ് സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ മത്തായി 24 അതിലൊക്കെ എടുത്ത് വായിച്ചു നോക്കുക. 27 28 ആ ഭാഗങ്ങൾ, 32 ഈ ഭാഗങ്ങളിൽ കർത്താവ് പറയുകയാണ്, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ച പോലെ തീ കൊണ്ട് എരിഞ്ഞു പോവും എല്ലാം മനുഷ്യപുത്രൻ്റെ വരവിൽ, നോഹയുടെ കാലം പോലെ. എന്ന് വച്ചാൽ അന്ന് വരെ ജനങ്ങൾ തിന്നും കുടിച്ചും സുഖിച്ചും മതിച്ചും അങ്ങ് ജീവിച്ചു പോകും. പെട്ടെന്നായിരിക്കും ഇത് സംഭവിക്കുക. പെട്ടെന്ന്, അതായത് ഒരു സെക്കൻഡ്, കണ്ണ് നിമിക്കുന്ന നേരത്തിൽ, നമ്മൾ കണ്ണ് ഇങ്ങനെ അടച്ച് തുറക്കുന്ന നേരത്തിൽ ഇത് സംഭവിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം നമ്മൾ കരുതലോടെ ഇരിക്കണം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോവാതെ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ പുണ്യസ്ഥലം തേടി എന്തിനാണ് മനുഷ്യൻ പോകുന്നതെന്നറിയാമോ? അത്യാഗ്രഹമാണ് മനുഷ്യന്. ഈ ഭൂമിയിൽ ദൈവം തരുന്നത് പോരാ, ഇനി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും നേടാം എന്നും പറഞ്ഞുകൊണ്ട് ജനം അങ്ങ് പോവുകയാണ്. എത്ര പുണ്യസ്ഥലമാണെന്ന്. ഒന്ന് വേളാങ്കണ്ണി, ഒന്ന് കുരിശുമല, ഒന്ന് എടത്തുവ, ഇപ്പോൾ ഒന്ന് കൃപാസനം. എത്ര ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതിലൊക്കെ പോയി ജനം എന്ത് കാണുന്നു? അവർക്ക് എന്ത് തൃപ്തി കിട്ടുന്നു? അവിടെ പോകുന്നു, അവർ മുട്ടുമടക്കുന്നു, അവർ തല കുത്തുന്നു, ചുംബിക്കുന്നു, തിരികൊളുത്തുന്നു, അവർ ഉരുളുന്നു, അവർ മൊട്ടയടിക്കുന്നു, അവർ കാല് വാങ്ങിച്ചിടുന്നു, അവിടെ തല വാങ്ങിച്ചിടുന്നു, അവിടെ അത് ചെയ്യുന്നു, ഇത് എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു. ഇവർ ചെയ്യുന്ന എല്ലാം പൈശാചിക പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയാൻ ഇവർക്ക് കഴിയുന്നില്ല. മനുഷ്യന് ഇത് പൈശാചിക പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ദൈവം ഇതൊക്കെ പറഞ്ഞോ? ദൈവം ഇത് ആഗ്രഹിക്കുന്നു. ആകാശവും ഭൂമിയും സകലത്തും സൃഷ്ടിച്ച ദൈവം, സകലതും ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവം ഇതെല്ലാം സൃഷ്ടിച്ച ഒരു വാക്കിൽ സൃഷ്ടിച്ചതാണ്. നമ്മളിന്ന് ഇതാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ഒരു തിരുവചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യ നല്ലത് എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നീതിയോടെ നടപ്പാൻ, നേരോടെ നടപ്പാൻ അല്ലാതെ ഞാൻ എന്താണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? എന്ത് ചോദിക്കുന്നു കർത്താവ്? നമ്മൾ ഇത് കൊടുക്കുന്നത് കൊണ്ട് ദൈവത്തിന് അതുകൊണ്ടല്ലോ പ്രയോജനമുണ്ടോ? നമ്മൾ മൊട്ടയടിച്ച് ദൈവത്തിന് മുടി കൊടുത്തെന്ന് പറഞ്ഞ് മുടി ദൈവം എടുത്തോണ്ട് എവിടെ പോവും? നമ്മൾ ആളൊരുമ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങ് പള്ളിയിൽ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ആ പള്ളിക്കാർ അങ്ങ് ദൈവത്തിന് കൊടുക്കുവോ? എന്ത് മൂഢവിശ്വാസമാണ് മനുഷ്യൻ കൊണ്ട് നടക്കുന്നത്? എന്ത് മൂഢവിശ്വാസമാണ്? ദൈവം ആത്മാവാണ്. ആ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഏതെല്ലാം
വിശ്വാസത്തിൽ നമ്മൾ മുൻപോട്ട് പോകുന്നു, നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കുക. ഓരോരുത്തരും അവരുടെ ഹൃദയങ്ങളെ പരിശോധിച്ച് നോക്കുക. ഞാൻ പോകുന്ന വഴി ശരിയാണോ? ചിന്തിച്ച് നോക്കുക. കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണോ ഞാൻ പോകുന്നത് എന്ന് നാം ചിന്തിച്ച് നോക്കേണ്ട ആവശ്യമാണ് പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കുന്നുവോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പൈശാചികമായ ഒരു കാര്യത്തിലേക്കും നിങ്ങളെ ഇട്ടുകൊടുക്കരുത്. അതായത് ഈ ഭൂമിയിൽ പുരോഹിതന്മാർ എന്ന് പറഞ്ഞ് ഇവർ ഇവരും അറിയുന്നില്ല. ഇവർ അറിയുന്നില്ല തങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. നമ്മളെ സമൂഹത്തിൽ ഇത്ര കോടി ജനമുണ്ട് എന്ന് പറയുന്നു. ആ എത്ര കോടി ജനം ഉണ്ടെങ്കിൽ ആ കോടി ജനം സ്വർഗത്തിലേക്ക് പോകുമോ? അഗ്നി നരകത്തിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്ന ആടുകളാണെന്ന് ഇവർക്ക് ചിന്തിക്കാൻ കഴിവുണ്ടോ? തിരുവചനത്തിൽ എന്തു പറയുന്നു? വിഗ്രഹാരാധികൾ ഇവരാരും സ്വർഗത്തിലേക്ക് പോകില്ല. വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി അതിനെക്കുറിച്ച് പറയുകയാണ്. ആഭിചാരം ചെയ്യുന്നവരും വിഗ്രഹാരാധികളും എല്ലാം തീയിലെറിയപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു അവസാന ഭാഗത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ. അത് തന്നെ മോശെ ആവർത്തന പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. ദൈവം എന്തുകൊണ്ട് ഈ ഭൂമിയിൽ ഇതൊക്കെ വച്ചിരിക്കുന്നു? അതിനെയാണ് നീ മനസ്സിലാക്കേണ്ടത്. എന്തിനു വച്ചിരിക്കുന്നു ഈ ഭൂമിയിൽ? നിങ്ങൾ ചിന്തിക്കും, ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്തല്ലേ, അല്ലെങ്കിൽ ഇതെൻ്റെ നാട്ടിലല്ലേ, ഇത് അപ്പുറത്തല്ലേ, ഇപ്പുറത്തല്ലേ, ഇത് എന്തിന് ദൈവം വച്ചിരിക്കുന്നു? ഇത് മനുഷ്യന് ഭക്തിയോടെ ആരാധിക്കാനല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. എന്നാൽ അവിടെയാണ് മനുഷ്യനെ തെറ്റുപറ്റുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിലും ആവർത്തന പുസ്തകം 13-ാമത്തെ അധ്യായത്തിലും ഇതിനെക്കുറിച്ച് വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 13-ാമത്തെ അധ്യായം, അതിൽ മോശയിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ആ ഒരു ഭാഗം ഇതാ അവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നോക്കണേ, ഇതായത് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞും കൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകനെയോ സ്വപ്നക്കാരനോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സേവിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. ഇതൊക്കെ വന്ന് ഓരോരുത്തന്മാർ വന്ന് പറയും. എന്തെന്നറിയാമോ? നമുക്ക് അവിടെ പോയാൽ കൊള്ളാം, അവിടെ ഇന്നത് നടക്കും, ഞാൻ അവിടെ പോയി എനിക്ക് ഇന്നത് കിട്ടി എന്നൊക്കെ നിങ്ങളുടെ അടുക്കൽ വന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സെ കൊടുക്കരുത്. എന്തുകൊണ്ടെന്നാൽ ദൈവം നിങ്ങളെ പരീക്ഷിക്കുകയാണ്. നിങ്ങളെ ഹൃദയം അങ്ങ് പോകുമോ? പോയാൽ നിങ്ങൾ അതിന് അടിമയായി എന്ന് ദൈവം പ്രത്യേകം പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ച കൽപ്പനയോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. അത് 1-ാമത്തെ വാക്യത്തിൽ തന്നെ മോശെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ 8-ാമത്തെ വാക്യത്തിൽ നിന്റെ അമ്മയുടെ മകനായ നിന്റെ സഹോദരനോ നിന്റെ മകനോ മകളോ നിന്റെ മാർവിടത്തിൽ ഭാര്യയോ നിന്റെ പ്രാണസ്നേഹിതനോ രഹസ്യമായി പറഞ്ഞ് നിന്നെ വശീകരിക്കാൻ നോക്കിയാൽ അവനോടുകൂടെ യോജിക്കുകയോ അവൻ്റെ വാക്ക് കേൾക്കുകയോ ചെയ്യരുത്. അടിമ വീടായ മിസ്രൈമിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവയോട് നിന്നെ അകറ്റിക്കളവാൻ അവൻ അന്വേഷിച്ചതുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ ഇന്ന് കല്ലെറിഞ്ഞു കൊല്ലണ്ട. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ കാലമാണ്. അതുകൊണ്ട് ഇന്ന് അത് സംഭവിക്കില്ല, പക്ഷെ അന്ന് കൊല്ലും. ഇങ്ങനെ ഒരുത്തൻ ചെയ്തു കഴിഞ്ഞാൽ അന്യ ദൈവങ്ങളിലേക്ക് നിന്നെ വശീകരിച്ചു കൊണ്ടുപോയാൽ എന്തുകൊണ്ടാണ് അവരുടെ ഇടയിൽ വച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി ഈ തിരുവചനത്തിൽ പറയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മളെ പരീക്ഷിച്ചറിയാനാണ് ഇതൊക്കെ നമ്മളെ ഇടയിൽ വച്ചിരിക്കുന്നു. അല്ലാതെ വെറുതെ അല്ല കർത്താവ് വച്ചിരിക്കുന്നത്. എന്തിന് ഇവർ എന്നെ വിട്ടു പോകുമോ ഇല്ലയോ അറിയണം. ഇതാ ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ മോശെ മുഖാന്തരം യഹോവ അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് അവരെ കൊണ്ട് ഇസ്രായേലിനെ പരീക്ഷിച്ചറിയുവാൻ ആയിരുന്നു അവരെ വച്ചിരുന്നത്. കാനാന്യർ, ഹിത്യർ, ഹമോന്യർ, പെരീസ്യർ, ഹിവ്യർ, ശെബൂസ്യർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു. അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായിട്ട് എടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. എന്തിനാണ് ഇവരെ ഇത് വച്ചിരുന്നത്? ഇവരെ പരീക്ഷിക്കാനാണ്. ദൈവം അവരോട് പറഞ്ഞ് ഇതിനെയൊക്കെ നശിപ്പിച്ച് കളയണം. എന്നാൽ ഇവർ നശിപ്പിച്ചില്ല. അവിടെ ഇരുന്ന അവരുടെ പുത്രിമാരെ വിവാഹം കഴിക്കുകയും അവരുടെ പുത്രിമാർ ഏത് ദേവനെ ആരാധിച്ചോ ആ ദേവന്മാരെ ഇവർ ആരാധിക്കുകയും ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ഇവർ ദൈവശിക്ഷയ്ക്ക് അടിമയാകുകയും ചെയ്തു.
എന്തിനാണ് ഇത് ഈ ഭൂമിയിൽ വച്ചിരിക്കുന്നു? നമ്മൾ അയൽവശത്തും അവിടെ ഇവിടെയൊക്കെ ദൈവം എന്തിനത് വച്ചിരിക്കുന്നു? നമ്മളെ പരീക്ഷിക്കാനാണ്. നമ്മളെ മനസ്സ് പോകുമോ എന്നറിയാൻ, നമ്മളെ മനസ്സിലേക്ക് ചായുമോ എന്നറിയാൻ. ഇന്ന് ലോകത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മളെ ഈ ഭൂമിയിൽ പണക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ്? വലിയ അംബാനി, വലിയ ടാറ്റ, ബിർള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നില്ലേ? ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഏത് ദൈവത്തെ ആരാധിക്കുന്നവരാണ്? ഒന്ന് പറയാമോ? ഈ ഭൂമിയിൽ ഇങ്ങനെ അവരുടെ ദൈവം, അവർ ആരാധിക്കുന്ന ദൈവമാണ് സത്യദൈവം, അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ വച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് നിന്റെ ഹൃദയത്തിൽ വിചാരിച്ചുകൊണ്ട് നീ നിന്റെ മനസ്സിനെ കൊടുക്കുമ്പോൾ, കൊടുത്ത ഉടനെ നീ അതിന് അടിമയായിപ്പോയി. നീ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി. പല പല ജാതികളുടെ ഇടയിൽ വച്ചിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഈ പല പല ജാതികളുടെ ഇടയിൽ എല്ലാവർക്കും ഓരോ ദൈവമുണ്ട്. എല്ലാവർക്കും ഓരോ ദൈവം. എല്ലാവരും അതിനെ ചെന്ന് ആരാധിച്ചു നമസ്കരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ നിന്നറിയാമോ? അതേ 10-ാമത്തെ അധ്യായത്തിൽ ഇതാ, അതും ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് ബാൽ വിഗ്രഹങ്ങളെയും അസോരിത പ്രതിഷ്ഠകളെയും ആരാമ്യ ദേവന്മാരെയും സീതോന്യ ദേവന്മാരെയും മോവാബ്യ ദേവന്മാരെയും അമോന്യ ദേവന്മാരെയും ബെലീസ്ത്യ ദേവന്മാരെയും സേവിച്ചു. യഹോവയെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു. കണ്ടോ? കാരണം എന്ത്? എത്ര ജാതികളവിടെ പറഞ്ഞോ, എല്ലാ ജാതികൾക്കും ഓരോരോ ദൈവമുണ്ട്. മോവാബ്യർക്ക് ഒരു ദൈവം, സീതോന്യർക്ക് ഒരു ദൈവം, അമോന്യർക്ക് ഒരു ദൈവം, ബെലീസ്ത്യർക്ക് ഒരു ദൈവം, എല്ലാവർക്കും ഓരോ ദൈവം. അപ്പോൾ ഈ ജനത്തെ ഇവരുടെ ഇടയിലാണ് വെച്ചിരുന്നത് കർത്താവ്. ഇവരുടെ ഇടയിലാണ് ഇവർ പാർത്തിരുന്നതെന്ന് വ്യക്തമായി പറയുന്നു. ഇവർ എന്ത് ചെയ്തു? അവരുടെ ദേവൻ അവരെ അങ്ങ് നന്നായിട്ട് വച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അവരുടെ ദൈവത്തെ സേവിക്കുക. പക്ഷേ അവർ സേവിക്കാൻ പോയതോടുകൂടെ ഇവർ ദൈവത്തെ വിട്ടുകളഞ്ഞു. നമ്മുടെ ദൈവത്തെ ഇവർ ഉപേക്ഷിച്ച് കളഞ്ഞു. പിന്നും അവർ തല്ലുകൊള്ളാൻ തുടങ്ങി, പിന്നും ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ ജനം വഞ്ചിക്കപ്പെട്ടത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അയൽവശത്ത് ഒരുപാട് ദേവന്മാരുമുണ്ട്. എന്തിന് ദൈവം വച്ചിരിക്കുന്നു? നമ്മളെ പരീക്ഷിച്ചറിയാൻ. അതിൻ്റെ ഇടയിൽ നിന്ന് മുത്തെടുക്കാനാണ് ദൈവം നോക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിന്ന് മുത്തെടുക്കാൻ കർത്താവ് നോക്കുന്നു. ഇവൻ എത്രമാത്രം വിശ്വസ്തയോടുകൂടെ നിൽക്കും. അതാണ് നമ്മൾ ചിന്തിക്കും, ഇനി ഈ ഭൂമിയിൽ എന്താ ഉള്ളത്? ഇതുവരെ നമ്മൾ കഷ്ടാനുഭവിച്ചു, ഇനി എങ്ങനെയാണ്? അതാണ് ഇതാണ് ആവലാതി. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് വ്യക്തമായി അത് തിരുവചനത്തിൽ പറയുന്നുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിനെ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു മനുഷ്യന് ദൈവം കരുതിയിട്ടുള്ളത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല എന്ന് വ്യക്തമായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നു കൊരിന്ത്യ ലേഖനത്തിൽ. സ്തോത്രം. അത് നമ്മൾ മനസ്സിലാക്കണം. 2-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ 2:9 പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് താൽക്കാലികമായ സുഖത്തിന് വേണ്ടി, താൽക്കാലികമായ ഒരു നേട്ടത്തിന് വേണ്ടി പിശാചിൻ്റെ അടുക്കൽ ചെന്ന് തലകുനിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എന്നെ കരുതുന്ന എനിക്ക് വേണ്ടി ഒരു ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ജീവൻ തന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടെന്ന് നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കണം. നമ്മൾ മറന്നു പോകരുത്. യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ഭൂമിയിൽ വന്നത്? യേശു ക്രിസ്തു എന്ത് തരാനാണ് വന്നത്? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അവൻ കാൽവരി കുരിശിൽ തന്നെ സമർപ്പിച്ചെന്താണ്? ഇങ്ങനെ ഈ പിന്മാറ്റത്തിലേക്ക് പൊക്കൊണ്ട് കടന്ന, സാത്താൻ്റെ പിടിയിൽ കടന്ന ഈ ജനത്തെ വിടുവിക്കാൻ വേണ്ടി ദൈവം സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിൽ മനുഷ്യനായി വന്നു. ആ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പോകുവാൻ എങ്ങനെയാണ് മനസ്സ് തോന്നുക? സ്വന്തം രക്തം പോലും ചിന്തി, സ്വന്തം തലയിൽ മുൾക്കിരീടം അടിച്ചു, മനുഷ്യന്മാർ തുപ്പി, ചെകിട്ടത്തടിച്ചു, പരിഹസിച്ചു, രാജാവേ രാജാവേ എന്ന് പറഞ്ഞ് പരിഹസിച്ചു, എല്ലാം സഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ലോകാവസാനത്തോളം ഓരോ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദര സഹോദരി,
നിൻ്റെ മനസ്സിലുള്ള ഈ ചിന്തയെ മാറ്റുക. ദൂതന്മാരെ ആരാധിക്കണമോ എന്ന് നീ ഹൃദയത്തിൽ ചിന്തിക്കുന്നുവെങ്കിൽ ദൂതന്മാരെ നിനക്ക് കാവൽ തരുവാൻ ദൈവം നിയമിച്ചിരിക്കുന്നു എന്ന് നീ ഓർക്കണം. ആ ഒരു വിലയേറിയ നന്മയെ നീ ഉപേക്ഷിച്ചുകൊണ്ട് സാത്താൻ്റെ പിറകെ നീ പോയാൽ ഒരു ദൂതന് നിനക്ക് കാവൽ നിൽക്കില്ല. എപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്ന് ചേരുമെന്ന് അറിയാനും പറ്റത്തില്ല. സാത്താൻ ഒരിക്കലും ഒരു മനുഷ്യനെ നന്നാക്കാൻ നോക്കില്ല. സാത്താൻ എന്ന് പറയുന്നവൻ ദൈവജനത്തെ നശിപ്പിക്കാൻ നടക്കുന്നവനാണ്. അവൻ ദുരാത്മാവിനെ അയക്കുന്നത് എന്തിനു വേണ്ടി? നിൻ്റെ അടുക്കലേക്ക് ഓരോരുത്തരെ പറഞ്ഞയക്കുന്നത് എന്തിനു വേണ്ടി? അവിടെ പോയാൽ കൊള്ളാം, ഇവിടെ പോയാൽ കൊള്ളാം, അവിടെ പോയി മുട്ടുമടക്കിയാൽ കൊള്ളാം, അവിടെ പോയി തല വാങ്ങിച്ചിട്ടാൽ കൊള്ളാം, ഞാൻ അവിടെ പോയി തിരികൊളുത്തി ആ ആലയത്തിൻ്റെ 4 ചുറ്റും ഞാൻ കറങ്ങി അവിടെ ഉരുണ്ടു, അപ്പോൾ ഞാൻ 15 ദിവസം പോയി, അപ്പോഴാണ് എനിക്കിത് സംഭവിച്ചു എന്നൊക്കെ നീ പറയുന്നുവെങ്കിൽ അത് പിശാച് നിനക്ക് ഒരുക്കി തന്നതാണ്, ദൈവമല്ല. സാത്താനാണത് നിനക്ക് ഒരുക്കി തന്നത്, അവിടെ എന്തെങ്കിലും നന്മ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. പിശാചിന് അടിമയാണ്. ചിന്തിച്ച് നോക്കണം, ഞാൻ ദൈവത്തിന് അടിമയാണോ സാത്താൻ അടിമയാണോ എന്ന്. അതാണ് തിരുവചനത്തിൽ കൂടെ എപ്പോഴും നിങ്ങളോട് പുറകെ ആരിൽ കൂടെയെങ്കിലും ദൈവം ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ ചിന്ത എങ്ങനെയാണ്, എങ്ങനെയെങ്കിലും മനുഷ്യൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ചിന്ത. കാരണം അവന് ഉടനെ എല്ലാം കിട്ടണം, ദുരാഗ്രഹം. അവന് കാറുണ്ടോ, ഉടനെ ഇവന് കാറ് വേണം, ഉടനെ ആ കാറ് കിട്ടാൻ എന്ത് ചെയ്യണം അതിനെക്കുറിച്ച് ചിന്തിക്കും. അവൻ 2-4 നില വീട് കെട്ടിയോ, ഉടനെ എനിക്കിതുപോലെ കെട്ടണം, അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണം? അവൻ ഏത് ദൈവത്തെ ആരാധിക്കുന്നു, ആ ദൈവത്തെ പോയി ആരാധിക്കാം. ബലിസ്തീർ ദേവനോ ബലിസ്തീരിലേക്ക് പോവാം, മോവാബിയ ദേവനോ മോവാബിലേക്ക് പോവാം. ഇതാണ് മനുഷ്യൻ്റെ ചിന്ത. ഇങ്ങനെയാണ് മനുഷ്യൻ നശിക്കുന്നത്. കുറച്ച് കാലത്തേക്കുള്ള അല്പ സുഖത്തിന് വേണ്ടി അവൻ ദൈവത്തെ ഉപേക്ഷിക്കുകയാണ്. ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് അവൻ പോവുകയാണ് പിശാചിൻ്റെ പുറകെ. അങ്ങനെ ഒരിക്കലും നമ്മളാകരുത്. നമ്മൾ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ ദൈവം നമുക്കൊരു ആത്മാവിനെ തന്നു, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നാം തയ്യാറായിരിക്കണം. ഇവിടെ നാം കണ്ടില്ലേ, ആ ഇസ്രായേൽ ജനത്തിന് പറ്റിയ തെറ്റ്. എത്ര ദൈവന്മാരെയാണ് അവർ കൊണ്ടു നടന്നത്, ഉപേക്ഷിച്ചു. സ്വന്തം ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. ഇന്ന് യേശുക്രിസ്തു വേണ്ട ആർക്കും, ഇന്ന് അമ്മ മതി. അമ്മ, ഏതമ്മയാണ് പറഞ്ഞത് നിന്നെ സഹായിക്കാമെന്ന്? അല്ലെങ്കിൽ ഏത് ദൂതനാണ് പറഞ്ഞത് നിന്നെ സഹായിക്കാമെന്ന്? ലോകാവസാനത്തോളം ഞാനാണ് നിങ്ങളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവാണ് പറഞ്ഞത്. അപ്പോൾ ആ യേശുക്രിസ്തു വേണ്ട, അമ്മ മതി. ഈ ഭൂമിയിൽ ജഡരക്തങ്ങൾക്ക് ജനിച്ച അമ്മ, കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്ത് എന്തിനു വേണ്ടി? ക്രിസ്തു ജനിക്കാൻ വേണ്ടി. ആ കാലത്ത് ഒരുപാട് സ്ത്രീകൾ, അതായത് ക്രിസ്തു ജനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾ ഇതിനു വേണ്ടി കാത്തിരുന്നു, യേശു ക്രിസ്തു എന്നിൽ ജനിക്കണമേ എന്ന് വിശുദ്ധിയോടെ. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവളായിരുന്നു കന്യക മറിയാം. അവൾ പരിശുദ്ധയായിരുന്നു. ആ ദൈവം തിരഞ്ഞെടുത്ത് അവളെ ഉപയോഗിച്ചു, ഈ ഭൂമിയിൽ വരാൻ വേണ്ടി അവളെ ഉപയോഗിച്ചു. അതോടുകൂടെ അവളെ ആ ദൈവം അവൾക്ക് വച്ചിരുന്ന ആ ജോലി, അതായത് ആ ഒരു കാര്യം അവൾ ഭംഗിയായി നിർവഹിച്ചു. അതുകൊണ്ട് അവൾ പരിശുദ്ധയായിട്ട് ഇന്ന് എല്ലാവരും പറയുന്നുണ്ട്, പരിശുദ്ധ മറിയമെന്ന്. കന്യകയല്ല, കാരണം 7 മക്കളെ പ്രസവിച്ചവളാണ്. അതുകൊണ്ട് കന്യകയല്ല, പരിശുദ്ധയാണ് അവൾ. പരിശുദ്ധയായി ജീവിച്ചു. എന്നാൽ അടുത്ത് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നൊക്കെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് അമ്മ സ്വർഗത്തിൽ പോയി, അമ്മ റാണിയാണ്, സ്വർഗത്തിലെ റാണി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ച് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് അവനെ അകറ്റി. യേശു ക്രിസ്തുവെ വിശ്വസിക്കുന്നു, ശരി തന്നെ, യേശു ക്രിസ്തുവെ വിശ്വസിക്കുകയും അവിടെ നിന്ന് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല.
അവർ എന്തുകൊണ്ട്? പിശാചിൻ്റെ ദുരാത്മാവിൻ്റെ അടിമയാണ്. ദുഷ്ടാത്മാവ് ഇടയിൽ കയറി ഇരിക്കുകയാണ്. അവിടെ അമ്മയെ വിളിക്കാതെ ഇവർ ആരാധനയില്ല, അമ്മയെ വിളിക്കാതെ പ്രാർത്ഥനയില്ല. അപ്പോൾ അമ്മയാണ് അവിടെ വരുന്നത്. അമ്മ സഹായിക്കാമെന്ന് പറഞ്ഞോ? ഒരിക്കലുമല്ല. ഈ മൂഢവിശ്വാസം, ഈ അന്ധവിശ്വാസം എന്ന് നിങ്ങളുടെ ഇടയിൽ നിന്ന് പോകുമോ, നിങ്ങൾ തീർച്ചയായും രക്ഷപ്രാപിക്കും. അല്ലാതെ നിങ്ങൾ അവിടെയും ഇവിടെയും പോയി തലമുട്ടുമടക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ തന്നെ അടിമപ്പെടുത്തി നിങ്ങൾ എന്തെങ്കിലും താൽക്കാലികമായ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ ഭവനങ്ങളിൽ അത് നിലനിൽക്കുകയില്ല. അന്ന് തിരുവചനത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് വ്യക്തമായി തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. താൽക്കാലിക സുഖത്തിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ഒരു ലേഖനത്തിൽ പറയുകയാണ്. ഒരു ലേഖനത്തിൽ ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നോക്കണേ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, അതായത് 8:35, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ആരാണ് ഇതിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ സാധിക്കുക? നമ്മൾ വിശ്വാസത്തോടും വിശുദ്ധിയോടും ഭക്തിയോടും കൂടെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആരാധിക്കുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് നമ്മളെ ആർ വേർപിടിപ്പെടുത്തും? ഇങ്ങനെയുള്ള ഒന്നിനും നമ്മെ വേർപെടുത്താൻ സാധിക്കില്ല. കാരണം ഇങ്ങനെ എന്ത് തന്നെ വന്നു പോയാലും നമ്മളെ ജീവിതത്തിൽ ഇതിൽ കഷ്ടം വന്നാലും ശരി, സങ്കടം വന്നാലും ശരി, ഉപദ്രവം വന്നാലും ശരി, പട്ടിണി വന്നാലും ശരി, ദാരിദ്ര്യം വന്നാലും ശരി, എന്തെങ്കിലും അപകടം വന്നാലും ശരി, എന്തെങ്കിലും രോഗങ്ങൾ വന്നാലും ശരി, എന്ത് തന്നെ നമ്മളെ ജീവിതത്തിൽ വന്നാലും ശരി, നമ്മളെല്ലാം ഇതിൽ നിന്ന് ജയം പ്രാപിക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെന്ന് വ്യക്തമായി 37-ാമത്തെ വാക്യത്തിൽ പറയുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ നിന്ന് ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാളുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒന്നിൽ നിന്നും നമ്മളെ യേശു ക്രിസ്തുവിൽ നിന്ന് പിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള സംഗതി, ഇതിൽ നിന്നെല്ലാം നമ്മൾ ജയം പ്രാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഈ നന്മ വേണമോ? എന്നേക്കുമുള്ള നന്മ വേണമോ? ഈ ഭൂമിയിൽ നമ്മൾ ഈ താൽക്കാലികമുള്ള ഈ നന്മ അനുഭവിക്കുന്നുവെങ്കിൽ ആ ധനവാൻ പാതാളത്തിൽ പോയതുപോലെ, ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ ഇരുന്നു കൊണ്ട് സന്തോഷിച്ചതുപോലെ സന്തോഷിക്കാൻ സാധിക്കുമോ? ധനവാൻ്റെ കൂടെ തന്നെ അങ്ങ് പോകേണ്ടി വരും പാതാളത്തിലേക്ക്. ആ ലാസറിൻ്റെ ആ ചരിത്രം അത് കർത്താവ് എടുത്തു പറയുകയല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം ജയം പ്രാപിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം മതി. ഇടയിൽ ഒരു വ്യക്തിയെ നീ ചേക്കാതെ, ഒരു വ്യക്തിയെ വിളിക്കാതെ, ചത്തവരോട് നീ പ്രാർത്ഥിക്കാതെ, അത് ആഭിചാരമാണെന്ന് ഞാൻ കഴിഞ്ഞ ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആഭിചാരം ചെയ്താൽ ഒരു വ്യക്തിയും ദൈവരാജ്യത്തിന് സ്വന്തമാക്കുകയില്ല, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ ആര് വേർപെടുത്തും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നാം എല്ലാവരും എന്തുകൊണ്ട് അതിനെ ചിന്തിക്കാതെ ഏതെങ്കിലും ഒരു പുരോഹിതൻ പറയും, ഏതെങ്കിലും ഒരുത്തൻ പറയും, അവൻ്റെ വാക്കും കേട്ടുകൊണ്ട് നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്? മാനസാന്തരം എന്നുള്ള ഒന്ന് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകണം. നമ്മളെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകണം. മാനസാന്തരം എന്ന് പറയുന്നത് എന്താണ്? ഇനി ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി അടുത്ത ഇതിൽ ഞാൻ പറഞ്ഞു തരാം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്ത്? നമ്മളെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകണം. ദൈവത്തോട് അടുക്കണം, ദൈവത്തോട് ഉറച്ചു നിൽക്കണം. അപ്പോഴാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കുക. ആ മാനസാന്തരമില്ലാത്ത ജീവിതം ഒരു ജീവിതമേ അല്ല. ദൈവഭക്തി എന്ന് പറയുമ്പോൾ മാനസാന്തരത്തിൽ കൂടെ നമ്മൾ ജീവിക്കണം. അതാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. മാനസാന്തരമില്ല. വായിൽ വന്ന തെറി വിളിക്കും,
കുസുമ്പ് പറയും, അസൂയ, കുസുമ്പ് എല്ലാം മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് മാനസാന്തരമാണുള്ളത്? മാനസാന്തരം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ വചനം. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ കിടക്കുന്നു. സ്നേഹം അത് മനുഷ്യനുണ്ടാകണം. സ്നേഹം ഉണ്ടെങ്കിലേ അവിടെ ദൈവം വസിക്കൂ. ഇല്ലെങ്കിൽ ചെമ്പോ, മുളങ്ങുന്ന ചെമ്പോ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും മനുഷ്യന് വേണ്ട. ഇതൊന്നും വിടാൻ തയ്യാറല്ല. എനിക്കെല്ലാം കിട്ടണം എന്നിട്ട് ദൈവത്തെ കുറ്റം പറയണം. ഞാൻ അവിടെ പോയി മുട്ടയടിച്ചല്ലോ, ഇവിടെ പോയി ഉരുണ്ടല്ലോ, ഞാൻ അത് ചെയ്തല്ലോ, ഇത് ആരാ പറഞ്ഞ നിൻ്റെ അടുത്ത് അതൊക്കെ ചെയ്യാൻ? ദൈവം പറയുന്നത് നീ മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടാനാണ് പറഞ്ഞത്. മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനാണ് പറഞ്ഞത്. എല്ലാവരും മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പിൻ, അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാനസാന്തരം. ഈ മാനസാന്തരമില്ലാത്ത ജീവിതം എന്ത് ജീവിതമാണ്? പ്രിയമുള്ളവരെ, ഇത് കുറച്ച് കഠിന വാക്കാണ്, എന്നാൽ അതാണ് സത്യം. യഥാർത്ഥത്തിൽ ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. എങ്കിലേ ദൈവം നമ്മളോടുകൂടെ വസിക്കൂ. നമ്മൾ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റി തരൂ. ദൂതന്മാരോട് കൽപ്പിക്കൂ. ദൂതന്മാരോട് കൽപ്പിക്കൂ എന്ന് പറയുമ്പോൾ പലർക്കും ഈ സംശയം കാണും, ഇതൊക്കെ വെറുതെ പറയുകയാണ്. ഇല്ല. എലിശയുടെ കാലത്ത് ഒരു സംഭവം. എലിശ രാവിലെ ഉറക്കമുണങ്ങി നോക്കിയപ്പോൾ, അതായത് എലിശയിലെ ഒരു ശിഷ്യനുണ്ടല്ലോ, ശിഷ്യൻ നോക്കിയപ്പോൾ മൊത്തം പട്ടണം വളഞ്ഞിരിക്കുക. ഇത് യുദ്ധത്തിനായി. അപ്പോൾ ഇവർ ഭയന്നു പോയി. ശിഷ്യൻ ചെന്നിട്ട് എലിശയുടെ അടുത്ത് പറഞ്ഞു. എലിശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇവൻ്റെ കണ്ണ് ഒന്ന് തുറക്കണമേ എന്ന്. അപ്പോഴാണ് എലിശ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കണ്ണ് തുറന്നു. ഇവൻ്റെ 4 ചുറ്റും അഗ്നി രഥങ്ങൾ നിൽക്കുന്നു. എലിശയുടെ 4 ചുറ്റും ദൂതന്മാർ നിൽക്കുകയാണ്, അഗ്നി രഥങ്ങളോടുകൂടെ 4 ചുറ്റും. കേട്ടോ? അതാണ് കർത്താവിടെ സങ്കീർത്തനത്തിൽ പറഞ്ഞത്, അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഇത്രയും നമ്മൾ ഒരു വിലയുള്ളവരാണ് മനുഷ്യർ എന്ന് പറയുന്നത്. ഒരു ചെറിയ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഓർമ്മപ്പെടുത്താം. ആന എത്ര വലിയതാണ്, അതിന് കണ്ണ് ചെറുതാണ്. ആനയ്ക്കറിയില്ല തൻ്റെ ശരീരം എത്ര വലുതാണെന്ന്. ആനയ്ക്കറിയില്ല ആ ശരീരം എത്ര വലുതാണെന്ന്. അതുകൊണ്ട് അവനെ നടത്തുന്ന ഒരു ഞാഞ്ഞൂല് പോലെയുള്ള ഒരുത്തനാണ്. ഒരു കമ്പും കൊണ്ട് ആനയെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെയാണ് മനുഷ്യൻ്റെ വില അറിയാൻ. മനുഷ്യൻ്റെ വില അറിയില്ല. അവൻ ആരാണെന്ന് അവന് വില അറിയില്ല. ദൈവം അവന് കൊടുത്തിരിക്കുന്ന പേരാണ് ദേവനെന്ന്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ച് അവൻ ദൈവത്തോട് ചേർന്ന് നടക്കുന്നുവെങ്കിൽ അവന് ദൈവം കൊടുത്തിരിക്കുന്ന പേരാണ് ദേവൻ. അങ്ങനെ ഇരിക്കുന്ന മനുഷ്യൻ ഈ ഞാഞ്ഞൂല് പോലെയുള്ള ഈ ഒരു വിലയുമില്ലാത്ത, അതായത് ദൈവം അവനെ തോൽപ്പിച്ചു, അവൻ്റെ എല്ലാം കഴിഞ്ഞു, അവൻ്റെ അധികാരം പോയി, എല്ലാം പോയി. ആ സാത്താൻ മനുഷ്യനെ കൊണ്ടു നടക്കണത്. അവനിലുള്ള അധികാരം വഞ്ചിച്ചെടുത്ത്, മനുഷ്യനുള്ള അധികാരം വഞ്ചിച്ചെടുത്ത് അവൻ മനുഷ്യനെ ഒന്നുമില്ലാത്തവനാക്കി അവൻ്റെ കോലിൻ്റെ സൈഡിൽ കൂടെ അവനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിയണം മനുഷ്യൻ. ഞാനെന്ന് ഇത് നിങ്ങളോട് ഇത്രയും കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ ചിന്തിക്കുകയായിരിക്കുമല്ലോ, ഞാൻ എത്ര ധൈര്യത്തോടെയാണ് ഇത് പറഞ്ഞത്. സാത്താനെതിരെ പറയുന്നു, മറിയ ഇങ്ങനെയാണെന്ന് പറയുന്നു, ഇതൊക്കെ പറയുന്നു. ഏത് ധൈര്യത്തിലാണ് പറഞ്ഞിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കുക. എനിക്കെന്താ ഭയമില്ലേ? ദൈവത്തെ ഭയമില്ലാത്തതുകൊണ്ടാണോ? കർത്താവാണ് പറഞ്ഞത്. ഇത് പറ, നീ ഇത് ജനത്തോട് പറയാൻ ദൈവം എനിക്ക് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് പറയണത്. ഈ ദുരുപദേശത്തിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും ജനം വിടുവിക്കപ്പെടണമെന്ന് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ എനിക്ക് വേറെ ഒന്നും തരാൻ വേണ്ടിയിട്ടല്ല. എനിക്കാരും ഒന്നും തരയൊന്നും വേണ്ട. എൻ്റെ ദൈവത്തെ മാത്രം എനിക്ക് മതി. എൻ്റെ ദൈവം എനിക്ക് എല്ലാം കരുതിയിട്ടുണ്ട്.
ഈ ലോകത്തിലുള്ള ഈ അന്യശക്തികൾ ഇതൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പോണില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം എൻ്റെ കൂടെ ഉള്ളവൻ സർവശക്തനാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ്റെ ദൂതൻ എപ്പോഴും എൻ്റെ ചുറ്റുമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നത് പിശാചിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സാത്താന് മനസ്സിലായോ? ആ വിശ്വാസം എല്ലാവർക്കും വേണം പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ അധികാരം സ്വർഗത്തിൽ നിന്ന് നമുക്ക് നേടി തന്നിരിക്കുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നിട്ട് അത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് താൽക്കാലിക സുഖത്തിന് വേണ്ടി നമ്മളെ ജീവനുള്ള കർത്താവിനെ, ഇന്നും ജീവിക്കുന്ന ദൈവത്തിനെ നിങ്ങളാരും ഉപേക്ഷിക്കാതെ ഈ അന്യ ആരാധനയെ വിട്ട്, ഈ വിഗ്രഹാരാധനകളെ വിട്ട്, ഈ ആഭിചാരങ്ങളെ വിട്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഏകസത്യദൈവമായ കർത്താവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ദൈവമക്കളായി തീർന്നു സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വായിൽ നിന്ന് വചനം കേട്ടവർ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ വീണ്ടും എടുത്തത് കേൾക്കുക. ഇവിടെ ഞാൻ ഒരുപാട് ഭാഗങ്ങൾ വചനം മർമ്മം ഞാനത് പറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ലോകത്തിൽ ഒരുപാട് പേരുണ്ട്, പല വഴികളുണ്ട്, പല ജീവിതമുണ്ട്. നമ്മളെ യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് പ്രിയമുള്ളവരെ. നമ്മളിവിടെ പരദേശികളാണ്, നമ്മളിവിടെ വെറും പരദേശികളാണ്. ഈ ഭൂമി നമുക്കുള്ളതല്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ഭൂമിയുണ്ട്, പുതിയ ആകാശവും പുതിയ ഭൂമിയും. ആ ഭൂമിയിലേക്ക് നമ്മൾ പോകണം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവവൃക്ഷം, ആ വൃക്ഷത്തിൽ നിന്ന് നമ്മൾ ഫലം ഭക്ഷിക്കണം. അതന്ന് ആദാമിൻ്റെ കാലത്ത് നഷ്ടപ്പെട്ടു പോയി. ദൈവം അവിടെ അത് ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തിൽ. അത് നമുക്ക് ഭക്ഷിക്കണം. ആ പ്രത്യാശ നമുക്ക് വേണം. ജീവപുസ്തകത്തിൽ നമ്മളെ പേരെഴുതി ചേർക്കണം. ആ പ്രത്യാശ നമുക്ക് വേണം പ്രിയമുള്ളവരെ. അങ്ങനെ വേണം നമ്മളെ ക്രിസ്തീയ ജീവിതം പൂർത്തീകരിക്കുവാൻ. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് പരദേശ യാത്രയിലാണ്, നമ്മൾ സ്വർഗത്തിൻ്റെ യാത്രയിലാണ്. അതാണ് പാട്ടുകാരൻ പോലും ഈ പാട്ട് പാടിയിരിക്കുന്നത്. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണേ എൻ്റെ ശ്വാസത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. എത്ര മനോഹരമായിട്ട് പാടിയിരിക്കുന്നു, എത്ര മനോഹരമായിട്ട് പാടിയിരിക്കുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ട് എല്ലാവരെയും ദൈവം അതിനായി ഒരുക്കട്ടെ. എന്ത് തന്നെ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും, ഇവിടെ ഒരു കത്തോലിക്കനെയും വിളിക്കാനല്ല ദൈവം വരണത്, ഒരു ഓർത്തഡോക്സുകാരനെയും വിളിക്കാനല്ല വരണത്, ഒരു ബന്ധിക്കോസുകാരനെയും വിളിക്കാനല്ല വരണത്, ഒരു CSA കാരനെയും വിളിക്കാനല്ല കർത്താവ് വരണത്. കർത്താവ് തൻ്റെ മക്കളെ വിളിക്കാനാണ് വരുന്നത്. കർത്താവിൽ വിശ്വസിച്ച് വിശുദ്ധിയോടും ഭക്തിയോടും ജീവിച്ച് വേർപെട്ട് ജീവിച്ച് ഈ ഭൂമിയിലുള്ള യാതൊന്നിൽ അശുദ്ധമാകാതെ ജീവിച്ച് ഈ ഭൂമിയിൽ വേർപെട്ട് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് കർത്താവായ യേശു ക്രിസ്തു അടുത്ത് വരുന്നത്. ആബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞ്, അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും ആബ്രഹാമിൻ്റെ സന്തതി എന്ന് പേര് വരെ വിളിച്ചിരിക്കുകയാണ് തിരുവചനത്തിൽ. ആബ്രഹാമിൻ്റെ സന്തതി, ആ സന്തതിയെ കൊണ്ടുപോകാനാണ് കർത്താവ് വരണത്. അല്ലാതെ ഞാൻ കത്തോലിക്കനാണ് എന്നെ എടുക്കാൻ വരും, നീ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഞാൻ ബന്ധിക്കോസുകാരനാണ് എന്നെ എടുക്കാൻ വരും, ഇല്ല ഞാൻ CSA കാരനാണ് എന്നെ എടുക്കാൻ വരും, ഞാൻ ഓർത്തഡോക്സ് ആണ് എന്നെ എടുക്കാൻ വരും. ഈ എല്ലാ ഇതും എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ അവിടെ തന്നെ കിടക്കും. മാനസാന്തരപ്പെട്ട് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെയും സ്വർഗം വിളിക്കുന്ന പേരാണ് പുത്രൻ. പിതാവ് വിളിക്കുന്ന എൻ്റെ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ പുത്രൻ, അവരെയാണ് ദൈവം കൊണ്ടുപോകാൻ വരണത്. അവരാണ് ദൈവം സഭയായിട്ട് ചേർത്തത്, അങ്ങനെയുള്ളവരെ. സ്തോത്രം. അതുകൊണ്ട് എവിടെ തെറ്റെന്ന് കണ്ടാലോ ആ സ്ഥലത്തെ വിട്ട് ഒഴിഞ്ഞു മാറുക. എവിടെ അന്യാരാധനയുണ്ടോ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊള്ളുക. വിശുദ്ധിയോടും ഭക്തിയോടും ജീവിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാകുവാൻ നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൽ എനിക്കും നിങ്ങൾക്കും ഒരു ശത്രുവുമേ, ഞാൻ ആരടുത്തും ശത്രുതയെ വളർത്താനല്ല ഇത് പറഞ്ഞത്. സത്യവചനമാണ് ഇതാണ് പ്രിയമുള്ളവരെ. നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ വിട്ടുകളയാം.
ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തെ വേണമെന്ന് ആരെങ്കിലും ദൈവത്തെ വേണം, ദൈവത്തിൻ്റെ കൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വചനം പ്രമാണിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്തോത്രം.